എല്ലാവർക്കും എനിലെ ഷെഫിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി ഫ്രൈ ആണ്. നത്തോലി അഥവാ കൊഴുവ എന്നൊക്കെ പറയും. അപ്പൊ അതെങ്ങനെയാ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് നത്തോലി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, 2 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മുടെ ആ ഫിഷും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പെരിഞ്ജീരകമാണ്, 2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എണ്ണ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ബാച്ച് ആയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ നത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ഞാൻ ഇതുപോലത്തെ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.